നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വീണ്ടും കടുത്ത തീരുമാനവുമായി കുവൈറ്റ് രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രവാസികളെ ഈ തീരുമാനം കൂടുതൽ സംഘർഷത്തിലാക്കുകയാണ്. കുവൈറ്റിലേക്ക് നേരിട്ട് വരുന്നതിന് വിലക്കുള്ള രാജ്യങ്ങളുടെ പട്ടിക വിപുലപ്പെടുത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഏറെ സംഘർഷത്തിലാക്കുന്നു. വിവിധ രാജ്യങ്ങളിലെ കോവിഡ് വ്യാപനം അവലോകനം ചെയ്ത് ഇടയ്ക്കിടെ പട്ടിക പരിഷ്കരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ആഴ്ചകളായി 34 രാജ്യങ്ങൾ തുടരുക തന്നെയാണ്. പുതിയ പരിഷ്കരണത്തിൽ കൂടുതൽ രാജ്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് വാർത്തകൾ പുറത്തുവന്നത്. ഇതിലൂടെ കടുത്ത സംഘർഷത്തിലാണ് പ്രവാസികൾ. ഇപ്പോൾ തന്നെ ദുബായ്, തുർക്കി ഉൾപ്പെടെയുള്ള ഇടത്താവളങ്ങളാണ് പ്രവാസികൾ ഏറെ ആശ്രയിച്ചു വരുന്നത്. ക്വാറന്റൈൻ ചിലവുകൾ, വിമാന ടിക്കറ്റിന്റെ ചിലവുകൾ ഉൾപ്പെടെയുള്ളവ നേരിയ തോതിൽ കുറവ് രേഖപ്പെടുത്തിയതാണ് പ്രവാസികളെ ഇത്തരത്തിൽ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ കുവൈറ്റിലേക്ക് എത്തിച്ചേരാൻ ഇത്തരത്തിൽ വിലക്കില്ലാത്ത രാജ്യങ്ങളിൽ 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷം എത്തിച്ചേരാവുന്നതുമാണ്. എന്നിരുന്നാൽ തന്നെയും പ്രവാസികളുടെ വരവ് ഏറിയതോടെ അത് മുതലെടുക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. 2 ലക്ഷത്തോളം രൂപയാണ് ഇതിനായി പ്രവാസികൾ ചിലവഴിക്കേണ്ടി വരുന്നത്. അതിനിടെയാണ് ഇത്തരത്തിൽ 34 രാജ്യങ്ങളെ കൂടാതെ കൂടുതൽ രാജ്യങ്ങളെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ കുവൈറ്റിന്റെ തീരുമാനം വന്നിരിക്കുന്നത്. അതിനിടെ വിലക്കുള്ള രാജ്യങ്ങളിൽ നിന്ന് നിബന്ധനകളോടെ കുവൈറ്റിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കുവൈറ്റ് എയർവേസും ജസീറ എയർവേസും കർമ്മ പദ്ധതി സമർപ്പിച്ചിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടുള്ള സർവീസ് പുനരാരംഭിക്കുന്നതിന് കഴിഞ്ഞയാഴ്ചയാണ് കുവൈറ്റിലെ വിമാന കമ്പനികൾ വ്യോമയാന വകുപ്പിനും ആരോഗ്യ മന്ത്രാലയത്തിനും കർമ്മ പദ്ധതി സമർപ്പിച്ചത്. പദ്ധതിയുടെ എല്ലാ വശങ്ങളും വിശദമായി പഠിച്ച ശേഷം ഉചിതമായ തീരുമാനം കൈക്കൊള്ളാമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യ, കൊളംബിയ, അർമീനിയ, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, ഇന്തോനേഷ്യ, ചിലി, ഇറ്റലി, വടക്കൻ മാസിഡോണിയ, മോണ്ടിനെഗ്രോ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ചൈന, ബ്രസീൽ, സിറിയ, സ്പെയിൻ, ഇറാഖ്, മെക്സിക്കോ, ലെബനാൻ, ഹോങ്കോങ്, സെർബിയ, ഇറാൻ, ഫിലിപ്പീൻസ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, പാകിസ്ഥാൻ, ഈജിപ്ത്, പനാമ, പെറു, മാൾഡോവ, അഫ്ഗാനിസ്ഥാൻ, യമൻ, ഫ്രാൻസ്, അർജന്റീന എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് കുവൈറ്റിലേക്ക് നേരിട്ട് വരുന്നതിന് അനുമതി നൽകാത്തത്. ആദ്യം 7 രാജ്യങ്ങളായിരുന്ന പട്ടിക പിന്നീട് 31 ആക്കുകയും അതിനുശേഷം അഫ്ഗാനിസ്ഥാനെ കൂടി പട്ടികയിൽ ചേർക്കുകയുമായിരുന്നു. ഇതിനു പിന്നാലെ പട്ടികയിൽ നിന്ന് സിംഗപ്പൂരിനെ ഒഴിവാക്കുകയും ചെയ്തു. യമൻ, ഫ്രാൻസ്, അർജന്റീന എന്നീ രാജ്യങ്ങളെ ഉൾപ്പെടുത്തുകയായിരുന്നു. സെപ്റ്റംബർ 14 ഈ മാറ്റം വരുത്തിയത്. അതിനുശേഷം മാറ്റം വരുത്തിയിട്ടുമില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.